ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം ഉണ്ടാവട്ടെ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ഞാനിത് ഓൺ വോയിസിൽ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. ഇന്നൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഷോപ്പിംഗ് ചെയ്തതിന് ശേഷമുള്ള കുറച്ച് പ്രൊഡക്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം എന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ ഞാനിരുന്ന് വീഡിയോ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോഴാണ് ഗൈസ് വീഡിയോ സൗണ്ട് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു തോറ്റു കൊടുക്കാൻ നമ്മൾ റെഡിയല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ 2 കവർ നിറയെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വിചാരിക്കുമായിരുന്നു ഇത് വെച്ചിട്ട് എന്താ കോണ്ടന്റ് ചെയ്യാമെന്ന്. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നി ഇത് ആക്ച്വലി അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പാത്രമാണ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഒരു പാത്രമൊക്കെയെന്നും. അപ്പോൾ എന്താണെന്നറിയോ, ഇന ബേബിക്ക് ഫുഡ് കൊടുക്കാനുള്ള പാത്രമാണ്. അവൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്തേ ഒരു കുഞ്ഞു പാത്രത്തിൽ, അവൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരു കുഞ്ഞു പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രം ആക്ച്വലി ഇപ്പോൾ അവൾ കുറച്ച് വലിയ കുട്ടിയില്ലേ, അപ്പം സെർലാക്കൊക്കെ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്ത് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പാത്രം വേണം. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട വീട്ടിൽ പാത്രമൊന്നുമില്ലേ? വീട്ടിൽ പാത്രമുണ്ട്, പക്ഷേ അത് കുറച്ച് സൈസ് വലുതായതുകൊണ്ട് അത് ഓക്കെ അല്ല. അപ്പം ഒരു ഭാഗത്തെ സൈസുള്ള പാത്രം വാങ്ങിച്ചതാട്ടോ. ഇനിയിപ്പോൾ ചോറൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിലും ഉഷാറായിട്ട് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വാങ്ങിച്ചു. അതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് സെർലാക്കാണ്. ഇന ബേബിയുടെ റേഷൻ, 1 ആഴ്ചക്കുള്ള റേഷൻ എന്ന് തന്നെ പറയാം. അവൾക്ക് ഒരു നേരം സെർലാക്കാണ് കൊടുക്കുന്നത്. രാവിലെ എണീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫുഡ് കാര്യമൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ എളുപ്പം സെർലാക്കാണ്. പിന്നെ സെർലാക്ക് അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് സെർലാക്ക് ആണ് കൊടുക്കുന്നത്. അപ്പോൾ 1 വയസ്സ് വരെ അവൾക്ക് ഫുള്ള് 4 നേരം സെർലാക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു നേരെ കൊടുക്കുന്നുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു നേരെ സെർലാക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവൾക്ക് നോർമൽ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് മിക്സിയിലിട്ട് ഒന്ന് എന്ന് അടിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 സെർലാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ചക്ക് ഇത് കണക്കാണ് കേട്ടോ. അവൾക്ക് സെർലാക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. അപ്പം ഒരു 5 സ്പൂൺ 6 സ്പൂണൊക്കെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം. നെക്സ്റ്റ് വരുന്നത് കുറച്ച് കപ്പുകളാണ് കേട്ടോ. പിന്നെ 3 കപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വീട്ടിലുള്ള കപ്പുകളുടെയൊക്കെ ഈ പിടുത്തുണ്ടല്ലോ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പം ചായ കുടിക്കാൻ എനിക്ക്, ഉമ്മാക്ക്, ഫൈക്കാക്കും, ഞങ്ങൾക്ക് 3 പേർക്കും കപ്പ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും വൈകുന്നേരം ചായ കുടിക്കും. ചായ അല്ലെങ്കിൽ കാപ്പി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ കുടിക്കുമ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ 3 കപ്പുകൾ. ഇത് അത്യാവശ്യം കൊള്ളാം എന്നെനിക്ക് കണ്ടപ്പോൾ തോന്നി. നല്ല ഒരു അടിപൊളി പ്രിൻ്റൊക്കെ കോഫി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനതങ്ങനെ വാങ്ങിച്ചു. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഗൈസ് മുന്തിരിയാണ്. ഇതെന്താണെന്ന് പറയുക, കുരുയില്ലാത്ത മുന്തിരി. ഇത് ഇന ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണേ. അവൾക്ക് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ കരയുന്നൊക്കെ സമയത്ത് ഒരു 3-4 മുന്തിരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുള്ളത്. കാരണം കുറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കേടൊന്ന് പോകും. ഇപ്പോൾ തന്നെ കുറച്ചും കൂടെ മുന്തിരി ബാക്കി ഉണ്ടായിരുന്നു അവൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ അളിഞ്ഞ് നാശമായി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെണ്ണം വാങ്ങിച്ചതാട്ടോ. അപ്പോൾ ഇങ്ങനെ പാത്രത്തിലിട്ട് കൊടുത്താൽ അവൾ തന്നെ കുറേശ്ശെ ഇങ്ങനെ എടുത്ത് കഴിക്കും. പകുതി അവൾ തുപ്പിക്കളയും, പ്രോപ്പറായിട്ടൊന്നും കഴിക്കൂല. പക്ഷെ എന്നാലും അവൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഉള്ളത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഈത്തപ്പഴം. എനിക്ക് ഈ മധുരം കഴിക്കുന്ന അസുഖം കുറച്ച് അധികമുണ്ട്. അപ്പം ഞാനതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ്സ് ആകുമ്പോൾ നാച്ചുറൽ ഷുഗർ ആണല്ലോ. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം കുറച്ച് ഡേറ്റ്സ് വീട്ടിൽ ഞാൻ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് പോയപ്പോൾ ഒരു വേറെ കൈൻഡ് ഓഫ് ഡേറ്റ്സ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് മാറ്റി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാ ഡേറ്റ്സിനും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വീട്ടിലുള്ളത് കുറച്ചൊരു ചെറിയ ടൈപ്പായിരുന്നു. അപ്പോൾ കുറച്ച് നീണ്ട ടൈപ്പ് ഡേറ്റ്സ് കണ്ടപ്പം അത് വാങ്ങിച്ചു. അപ്പോൾ ഈ മധുരമൊക്കെ കഴിക്കുന്നത് ഈ ഡേറ്റ്സ് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യും. പക്ഷെ എന്നാലും എൻ്റെ മാറിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വാങ്ങിച്ചത് പാൽപ്പൊടിയായിരുന്നു. പാൽപ്പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിൽമയല്ല, അമൂല്യയുടെ പാൽപ്പൊടി കേട്ടോ. പാൽപ്പൊടി പെട്ടെന്ന് വീട്ടിൽ തീരുന്നൊരു സംഭവം. കാരണം എന്താ പറയുക, ഒരു ഗ്ലാസ് ചായയിലേക്ക് പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 1.5 സ്പൂണ് പാൽപ്പൊടി ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കഴിക്കുന്നതായിരിക്കും. എനിക്ക് പാലൊഴിച്ചിട്ട് ചായ വലിയ ഇഷ്ടമല്ല. പാൽപ്പൊടി എനിക്കിഷ്ടമാണ്. പാലൊഴിച്ചിട്ടുള്ള ചായ കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടി ചായയാണ് ഞാൻ കഴിക്കാറുള്ളത്. അങ്ങനെ. പിന്നെ നെക്സ്റ്റ് ആൽമണ്ട്സ് ആണ്.
ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ കൂടെ ആൽമണ്ട്സ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു പീസ് ഈത്തപ്പഴത്തിൻ്റെ കൂടെ ഒരു ആൽമണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഞാൻ കുഞ്ഞൊക്കെ ആയിരുന്ന സമയത്ത് ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ഈ ആൽമണ്ട് ഇട്ടിട്ട് പണ്ട് സൗദിയിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൽമണ്ട് ഈത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കുന്നത്. പിന്നെ ഞാനൊരു കൊതിച്ച ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലേസാണ് കേട്ടോ. ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനബേബിക്കും ഇവമോൾക്കും ഈ ഫ്ലേവർ ഇഷ്ടമാണ്. കാരണം ഇത് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ലാത്ത, അതായത് സ്പൈസിയോ അതല്ലെങ്കിൽ ടൊമാറ്റോയുടെ അങ്ങനെയൊന്നും ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത് രസമാണ്. ഇത് സോൾട്ടഡ് ആണ്. അപ്പം അതെനിക്കിഷ്ടമാണ്. അങ്ങനെ ഫസ്റ്റ് കവർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് കവർ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രാജഡിയാണ് വോയിസ് കൊടുക്കുമ്പോൾ, നമ്മൾ സംസാരിച്ചതിന് വോയിസ് കൊടുക്കുമ്പോഴേ. ഇത് കേസ് മുട്ടയാണ് കേട്ടോ. മുട്ട എന്താ വെച്ചാൽ ഫൈക്കാക്കൂനും ഇവമോൾക്കും എല്ലാ ദിവസവും രാവിലെ ഞാൻ മുട്ട ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മുട്ട പുഴുങ്ങി കൊടുക്കും. കാരണം എന്താ വെച്ചാൽ പ്രോട്ടീൻ അല്ലേ, ഫൈക്കാക്കൂന് പ്രോട്ടീന് കഴിക്കണം, അതുപോലെ തന്നെ ഇവമോൾക്കും പ്രോട്ടീന്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ചായക്ക് ഉണ്ടാക്കുന്ന കടിയുടെ കൂടെ ജസ്റ്റ് ഒരു പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ മുട്ടയും കൂടെ ഒന്ന് പുഴുങ്ങി കൊടുക്കും. അത് നല്ലതാണ്, ഹെൽത്തിയാണ്. ഞാൻ കഴിക്കാറില്ല, ഫൈക്കാക്കൂനും ഇവമോൾക്കും മാത്രം ഓരോന്ന് പുഴുങ്ങി കൊടുക്കും. നെക്സ്റ്റ് ഉള്ളത് ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഞാൻ എത്ര വാങ്ങിയാലും വീണ്ടും വാങ്ങിക്കുന്ന സാധനമാണ് വാട്ടർ ബോട്ടിൽ. കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ അടുത്തൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. അത് കോളേജിൽ വെച്ച് കളഞ്ഞു പോയി. ഇനി കോളേജ് റീഓപ്പൺ ചെയ്യുമ്പോൾ അത് അവിടെ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആക്ച്വലി ചെരങ്ങഞ്ചൊറി പിടിച്ചൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കഴുകി കഴിഞ്ഞാൽ റെഡി ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഞാൻ ആമസോണിൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വാങ്ങിക്കാനും. പക്ഷെ അതിന് ഞാൻ മുന്നേ വാങ്ങിച്ചതിന് 500 സംതിങ് ഒക്കെ ആയിരുന്നു റേറ്റ്. കമ്പാരറ്റീവ്ലി ഇതിന് റേറ്റ് കുറവാണ്. ഇതിന് 290 സംതിങ് ഒക്കെ ഉള്ളൂ. അപ്പോൾ റേറ്റ് കുറച്ച് കുറവാണ്, പക്ഷേ ക്വാളിറ്റി കുറച്ച് ചീപ്പാണ്. അതിൻ്റെ അത്ര ഒന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കളഞ്ഞു പോകുന്നൊരു സാധനം ആയതുകൊണ്ട് ഇത് തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വാട്ടർ ബോട്ടിലാണ്. നമ്മൾ വെള്ളം എപ്പോഴും കുടിക്കണം. എനിക്ക് എപ്പോഴും വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ UTI ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ എന്താ പറയുക, സൂസ് കഴിക്കാൻ വേണ്ടി വാഷ്റൂമിലേക്കും പോകേണ്ടി വരും. അതാണ് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു വാട്ടർ ബോട്ടിൽ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് മൈ ഡിയേഴ്സ് വാട്ടർമെലൺ ആണ് കേട്ടോ. വാട്ടർമെലൺ എന്താണെന്നറിയാം, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. എനിക്ക് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്. വാട്ടർമെലൺ എന്താണെന്ന് അറിയോ, ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് വാട്ടർമെലൺ എനിക്ക് നിർബന്ധമാണ്. കാരണം വാട്ടർമെലൺ ഞാൻ നേരത്തെ ഫുഡ് കഴിക്കും കേട്ടോ. ഡിന്നർ ഞാൻ നേരത്തെ കഴിക്കും. ഒരു 6:45-7 മണിയാകുമ്പോഴത്തേന് വിശന്ന് കുടൽ കരിയാൻ തുടങ്ങുമ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഡിന്നർ കഴിക്കും. അപ്പോൾ എന്താണെന്നറിയോ, രാത്രി ഞാൻ കിടക്കുന്ന കുറേ ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഒരു 12 മണി 12:30 ആവും ഉറങ്ങാൻ. അപ്പോൾ ആ സമയത്തേക്ക് വിശന്നിട്ട് വീണ്ടും കഴിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, വീണ്ടും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെച്ച് ഞാനൊരു പരുവാവുമല്ലോ. അപ്പോൾ ഞാൻ വാട്ടർമെലൺ കഴിക്കും. വാട്ടർമെലനും ഇതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് ഐറ്റം, അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത് എന്താ പറയുക, കടലയില്ലേ, കടല എന്ന് പറയുമ്പോൾ നമ്മളെ പീനട്ടില്ലേ, അതാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വെട്ടത്തൂർ തന്നെ നമ്മുടെ ടൗണിൽ തന്നെ ഒരു കടല വറുക്കുന്ന അയാളുടെ അടുത്ത് നിന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനത്തെ ഒന്നുകൂടെ ഉണ്ട്, അത് ഇനബേബി കടിച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത് ആക്ച്വലി എന്ത് ചെയ്യും, കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ചൂടാറാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റും. അപ്പം അങ്ങനെ, അപ്പോൾ ഈ പീനട്ടും വത്തക്കയാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ കഴിക്കാം. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വയറൊക്കെ ഫില്ലായൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഒരു വിശന്ന് കിടക്കുന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയ പാക്കറ്റാണ്. ഇത് ഇനബേബിക്ക് അയാൾ കൊടുത്തതായിരുന്നു. കടല വറുക്കുന്ന ആൾ സ്നേഹത്തോട് കൊടുത്തിരുന്നു, പക്ഷെ ആൾ കഴിക്കൂല. അപ്പോൾ അതും കൂടെ ആ കുപ്പിയിലിട്ട് വെക്കണം. അപ്പോൾ ഇതും വേറൊരു സാധനം ഇവമോളുടെ അടുത്തുണ്ട്. മൊത്തം 200 രൂപയ്ക്ക് ഞാൻ കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പുതിയ കൈൻഡ് ഓഫ് ഒരു വീഡിയോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ആക്ച്വലി അത് കുളമായി. കാരണം എൻ്റെ വോയിസ് ഓവർ ഈ ഒറിജിനൽ ടോക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ കൊടുത്തപ്പോൾ എനിക്ക് തന്നെ അറിയാം ഇതൊരു കൈൻഡ് ഓഫ് എന്തോ ഒരു സംഭവമാണെന്ന്. അപ്പോൾ എന്തായാലും ക്ഷമിക്കുക, സഹകരിക്കുക.